നമസ്കാരം. റിയൽ ന്യൂസ്. ഉള്ളേരി സേവാഭാരതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നാടിൻ്റെ നന്മ പ്രതീക്ഷിക്കുന്ന സുമനസ്സുകളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒത്തുചേരലായി സംഗമം മാറി. ഉള്ളേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സേവാഭാരതി പോലുള്ള സംഘടനകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് അവർ പറഞ്ഞു. ഉള്ളേരിയുടെ സാമൂഹ്യ മേഖലയിൽ ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും കഴിഞ്ഞ 5 വർഷക്കാലമായി നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സേവാഭാരതി ഉള്ളേരി യൂണിറ്റ്. യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. നാടിൻ്റെ നന്മ പ്രതീക്ഷിക്കുന്ന സുമനസ്സുകളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒരു ഒത്തുചേരൽ കൂടിയായി സംഗമം മാറുകയും ചെയ്തു. ഉള്ളേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്ന കാലത്ത് സേവാഭാരതി പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് അവർ പറഞ്ഞു. യുവസമൂഹമൊക്കെ മദ്യത്തിനും ഇപ്പം മദ്യമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് തീർന്നിട്ടുണ്ടല്ലോ. മയക്കുമരുന്നാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം. അപ്പം അങ്ങനെയുള്ള അസാൻമാർഗികമായിട്ടുള്ള പ്രവണതകൾക്ക് സമൂഹം അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും നമ്മളുടെ പ്രതീക്ഷ നമ്മൾ ആരിലാണോ അർപ്പിച്ചിട്ടുള്ളത്, ആ യുവസമൂഹം മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ, ഓരോ കുടുംബത്തിലുള്ളവരും അച്ഛനമ്മമാര് വളരെ ഉത്കണ്ഠാകുലരായിട്ടാണ് കഴിയുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഭരണസാരഥ്യമൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് വരെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു സേവാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. കൺവീനർ കെ ശിവകുമാർ ആമുഖ ഭാഷണം നടത്തി. ഏകദേശം നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനത്തിന് ഒരു മാസത്തിൽ ഞങ്ങളിപ്പോൾ കണക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപയോളം നമുക്ക് ചിലവായിട്ട് വരുന്നുണ്ട്. അത് മരുന്നുകൾ നൽകുന്നുണ്ട്, പാഠപുസ്തകങ്ങൾ, മറ്റുള്ള എല്ലാ മേഖലയിലും കൂടി വളരെ പരിമിതപ്പെടുത്തിരും. ഈ സേവനങ്ങളൊക്കെ 1 രൂപ നമ്മൾ വരുന്ന ഈ പറഞ്ഞ പാലിയേറ്റീവ് വൾണ്ടിയേഴ്സൊക്കെ സ്ത്രീകളൊക്കെ സ്വന്തം കീശയിൽ നിന്നും പണമെടുത്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് എത്തിച്ചേരുന്നത്. സ്വാഗത സംഘം ചെയർമാൻ രമേശൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജിഷ പി നായർ, ഋതുനന്ദ്, പൂജ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് സ്വാമിനി ഉപഹാരം നൽകി ആദരിച്ചു. വിഭാഗ് സഹസേവാ പ്രമുഖ് നിഖിൽ സേവാ സന്ദേശം നൽകി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി. മീഡിയ കോർഡിനേറ്റർ ടി കെ അജിത് കുമാർ, സുരേന്ദ്രൻ, ദിലീപ് തമ്പി, VM ഭാസ്കരൻ, ഗൗരി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.